ഏത്തക്ക ബോളി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യം ഏത്തക്ക എടുത്ത് വെക്കണം. അതിനുശേഷം ഇത് ഒത്തിരി പഴുത്തു പോകാത്തത് ഇടത്തരം പഴം എടുക്കണം. അതിന് ചേരുവകൾ 300 ഗ്രാം അരിപ്പൊടി, 750 ഗ്രാം മൈദ, 2 സ്പൂൺ എള്ള്, 2 സ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഈ മൈദ ഇടണം. ആദ്യം അതിനുശേഷം അരിപ്പൊടി ഇടുക. എള്ള്, ജീരകപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി വെള്ളമൊഴിച്ച് കുഴച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി, കട്ട വരരുത്. കട്ട വന്നാൽ എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് പൊട്ടും. അതുകൊണ്ട് കട്ട ഒട്ടുമില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കണം. കട്ടയുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് പതുക്കെ രണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കട്ടയെല്ലാം മാർക്കിട്ടും. വെള്ളം ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നീണ്ടുപോയെങ്കിൽ ഏത്തക്ക ബോളി ഉണ്ടാക്കുമ്പോൾ അതിനകത്തുനിന്ന് വിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഈ പരുവമാകുമ്പോൾ ഈ പരുവത്തിൽ വേണം ഇരിക്കാൻ മാവ്. അല്ലെങ്കിൽ നീണ്ടുപോയെങ്കിൽ അത് ഏത്തക്ക ബോളി ശരിയാകുകയില്ല. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളി തീ വെച്ച് എണ്ണ അതിനകത്ത് ഒഴിച്ചു. നല്ല ഫ്ലെയിമിൽ നല്ലപോലെ തിളയ്ക്കണം. അതിനുശേഷം വേണം പഴം അതിനകത്തേക്ക് പതിച്ച് ഇടാനായിട്ട്. പഴം രണ്ടായിട്ട് കീറി ഇങ്ങനെ ഈ മാവിനകത്തേക്ക് ഇടണം. ഇതുപോലെ എല്ലാം നടുവേ വളർന്ന് കീറി ഇടണം. ഏകദേശം ഒരു 10 കഷ്ണമാകുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടാം. അത് കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലേ അതിനകത്ത് മാവൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് എല്ലാം പുറത്തുകൂടെ എല്ലാം ഒലിച്ച് വരും. ഞാനിപ്പോൾ എൻ്റെ എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ പോവാണ്. എണ്ണ തിളച്ചിട്ടുണ്ട്. ഓരോന്ന് ഇങ്ങനെ മുക്കി എണ്ണയിലേക്ക് ഇടണം. ഇപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഓരോന്ന് ഇപ്പോൾ ആദ്യം ആയതുകൊണ്ട് കുറച്ചധികം ഇടാം. ഇത് മതി. നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഈ പഴം ഇട്ട് കഴിയുമ്പോഴേ ഇത് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് നമ്മളെല്ലാം ഒന്ന് വിടിയിപ്പിച്ച് വിടണം. അല്ലെങ്കിൽ അതെല്ലാം പിന്നെ ഇങ്ങനെ ഒട്ടിയിരുന്നിട്ട് നമുക്ക് ഭയങ്കര പാടായത് പിന്നെ തിരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചിടണം.
അന്നേരം അത് വിട്ട് വരും. ഇതുപോലെ ഇങ്ങനെ, അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ അത് ഉണങ്ങിപ്പോകും. ഉണ്ടോ? ഇപ്പോൾ വിട്ട് നിൽക്കുന്നു. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോയാൽ അപ്പടി കരിഞ്ഞ കളറ് വീഴും. അതുകൊണ്ട് ഈ പരുവത്തിൽ വേണം എടുക്കാൻ. പിന്നെ ഒത്തിരി പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിയും. അത് നോക്കി വേണം എടുക്കാൻ. എൻ്റെ 66 ബോളി ശരിയായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ നിരത്തി വെക്കണം പാത്രത്തിൽ. അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഒന്നോടൊന്ന് ഒട്ടി പിടിച്ചിരിക്കും. ഇങ്ങനെ വേറെ വേറെ കിടക്കണമെങ്കിൽ നിരത്തി വെക്കണം. ഉപ്പൂറി അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് പോരുവാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കാണണം. എല്ലാം ഉണ്ടാക്കിയത് എല്ലാം കാണിക്കാം.